ക്രിസ്തുമസിലേക്ക് ഇനി 22 ദിവസങ്ങൾ. 25 ദിവസം പൂർത്തിയാകുമ്പോഴേക്കും ഈശോയെ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കുറുക്കു വഴി ആ ദിവ്യരഹസ്യത്തിൽ ഉണ്ടാകും. അത് എൻ്റെ ഉറപ്പ്. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഈശോയുടെ ജനനത്തെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളുണ്ട്. പരിശുദ്ധ ബൈബിളിൽ വിവിധ സ്ഥലങ്ങളിൽ അത് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇന്നലെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഇന്ന് പറയുന്നത്. ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കും നാളെ പറയുന്നത്. അങ്ങനെയാണ് 25 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഒരു രഹസ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈശോയുടെ ജനനത്തിന്റെ ആദ്യ ചിന്തയ്ക്ക് എത്ര കാലപ്പഴക്കമുണ്ട്? അതിൽ ഒന്നാമത്തെ സൂചന എവിടെ നിന്നാണ്? അതായത് നമ്മളെല്ലാവരും ഏറെ ആരാധിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഈശോ എന്ന കഥാപാത്രം, അതായത് ക്രിസ്തു എന്ന മനുഷ്യരൂപം എടുത്ത ദൈവപുത്രൻ, ലോകത്തിന്റെ മുഴുവൻ രക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ബൈബിളിൽ രണ്ടാമത്തെ ഭാഗം, നമുക്കറിയാം ബൈബിളിൽ 2 ഭാഗങ്ങളായി തിരിച്ചത്. ഒന്ന് പഴയ നിയമം, 2 പുതിയ നിയമം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷാകര ചരിത്രത്തിന്റെ 2ാം ഭാഗമെന്നും രക്ഷാകര ചരിത്രത്തിന്റെ പൂർത്തീകരണ ഭാഗമെന്നും വിശേഷണമുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈശോ ഭൂമിയിലേക്ക് വന്നത് രക്ഷകനായിട്ടാണ്. പിതാവായി ദൈവം വിഭാവന ചെയ്ത മനുഷ്യന്റെ സ്വർഗോന്മുഖമായ പദ്ധതി പിശാചിലൂടെ തകർക്കപ്പെട്ടപ്പോൾ ദൈവം വിശ്വസിച്ച തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ച് ദൈവത്തെ ചതിച്ചപ്പോൾ ആ അധപതനത്തിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു വേദനയിൽ ദൈവം ആദ്യമായി സൃഷ്ടിച്ച, തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ, തന്നെ പോലെ തന്നെ മെനഞ്ഞെടുത്ത മനുഷ്യൻ, അവൻ ദൈവത്തെ ചതിച്ചപ്പോൾ ആ വേദനയിൽ നിന്ന് ഒരു പദ്ധതി രൂപപ്പെടും. പിതാവായ ദൈവത്തിന്റെ സങ്കടങ്ങളുടെയും കണ്ണീരിന്റെയും വേദനകളുടെയും ആദ്യ മാതാപിതാക്കളിലൂടെ ലോകത്ത് മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന സകല തലമുറകളെയും തിരിച്ചു പിടിക്കാനായി ദൈവം ഒരു പദ്ധതി ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആദ്യത്തെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.